ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മുതലപ്പുഴൈ. അത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. നല്ല വെള്ളം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടൽ, ഒരു വശം കടൽ ഒരു വശം റിവറുമാണ്. സോ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി വ്യൂ എന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഈ കടലിനെയും കാട്ടി കല്ലിനെയും കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പുറത്തെ കല്ലാണ്. ഇത് ഒരുമാതിരി നിരന്ന് ഇങ്ങനെ ഇരിക്കുന്നു കുറേ പോലെ. പക്ഷെ മറ്റേത് കാണാൻ ഇത്തിരി ലുക്കുണ്ട്. അത് ഞാൻ പറഞ്ഞ ഡയറക്ഷൻ മാറ്റിയിട്ട് അങ്ങോട്ട് നോക്കി എടുക്കാവുന്നു. കാരണം അത് കണ്ടില്ലേ, നല്ല രസമില്ലേ അത്. എന്തോ എനിക്ക് ആ സൈഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ കടലിൻ്റെ വേവ്സ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഗൈസ്. നല്ല കടലായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് കടൽ കണ്ടാൽ ഞാൻ ഇറങ്ങി കാല് മുക്കി എല്ലാം കുളവാക്കിയിട്ടേ വരത്തുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന ബീച്ച് എന്ന് പറഞ്ഞാൽ ശംഖുവം ബീച്ചാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ശംഖുവത്തിനാണ്. സെക്കൻഡ് വന്നിട്ട് നമ്മളെ കോവളം ബീച്ച്, പിന്നെ സമുദ്ര ബീച്ച്, തേർഡ് ഇത്. പിന്നെ നമ്മൾ വിഴിഞ്ഞം ക്ലിഫിലും പോയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ രാത്രി പോയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, കാരണം എല്ലാം ഇരുട്ടാണ്. അത് മറ്റേ പടിയൊക്കെ ഇറങ്ങി നമ്മൾ താഴോട്ട് പോകുന്ന സംഭവം അത് സൂപ്പറായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ അതെനിക്ക് അത്ര ഡേഞ്ചറസ് അഡ്വഞ്ചറസ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നല്ലൊരു അടിപൊളി മഴ ഉണ്ടായിരുന്നു ഗൈസ്. സൂപ്പർ മഴയായിരുന്നു. തണുത്ത് വിറച്ചു നിൽക്കുന്നൊരു മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുക. മണലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ, എന്തിനാണെന്നറിയില്ല. അങ്ങനെ ഈ മണ്ണൊക്കെ കൂടി ഇടിഞ്ഞു. എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് ഈ മണ്ണ് ഇടിയുക. ഞാനൊക്കെ ജീവനും കൊണ്ടൊക്കെ ഓടി. കാരണം നമുക്ക് സേഫ് സോണിൽ നിന്ന് കളിച്ചാലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ മണ്ണിടിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു പതിവാ പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ആ മേഘമായാലും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കയറാനും ഇറങ്ങാനും വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. ഇനി നിന്നാലും കുറച്ചും കൂടി നിൽക്കുമായിരുന്നു ഗൈസ്. ഇപ്പം ഈ കാണുന്ന സമയമുണ്ടില്ലേ, അതൊരു വൈകുന്നേരം ഒരു 5:45 സമയമാണ് കേട്ടോ. നമ്മൾ ആ നിൽക്കുന്ന ടൈമിങ് ഏകദേശം 7 മണി വരെയും അല്ല, 6:15 വരെ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. ഈ മഴ വന്നതിന് ശേഷമാണ് ഇരുണ്ടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയല്ലോ, അപ്പോഴത്തേക്കും ഇരുട്ട് തുടങ്ങി. ഈ കടലിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതും ഇരുട്ട് തുടങ്ങി ഗൈസ്. സൂപ്പർ വ്യൂ ആയിരുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എന്തായാലും ഞാൻ ഇങ്ങനെ ലെവൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സോറി ഫോർ ദാറ്റ്. എന്തായാലും വീഡിയോ എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.